വെറുതെ പറയില്ല. ഒരു വഹാബി പുരോഹിതൻ പച്ചക്ക് പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം സ്വഹാബികൾ വല്ലതും ചെയ്താൽ അതൊന്നും സ്വീകരിക്കാൻ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. പിന്നെ നബിയുടെ കൂടെ ജീവിച്ചിരുന്ന സഹാബികള് അവർ പിൽക്കാലത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കി അത് നമുക്ക് സുന്നത്താണ്, ഒരു സൽക്കർമ്മമാണെന്ന് സ്വീകരിക്കുവാനും നിർവാഹമില്ല. അപ്പോഴേ നിങ്ങൾ ഷിയാക്കളാകുകയുള്ളൂ. എന്നാ ഞങ്ങളെ നേതാവ് ഞങ്ങളോട് പറഞ്ഞത് എന്താണ്? മുഅ്മിനീങ്ങളെ, എന്റെ കാലശേഷം നിങ്ങൾക്കിടയിൽ പല തർക്കങ്ങളും വന്നേക്കാം, പ്രശ്നങ്ങളും വന്നേക്കാം. ഖുത്ബ എങ്ങനെ ഓതണം? മിമ്പറയിൽ കയറുമ്പോൾ വടി പിടിക്കേണ്ടതുണ്ടോ? 2 ബാങ്ക് കൊടുക്കേണ്ടതുണ്ടോ? തറാവീഹ് എത്രയേ നിസ്കരിക്കേണ്ടത്? ഇങ്ങനെ തുടങ്ങിയുള്ള തർക്കങ്ങൾ നിങ്ങൾക്ക് വന്നാൽ അങ്ങനെയുള്ള തർക്കം വന്നാൽ അലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം, ഫോളോ ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അവിടെ അല്ലാഹുവിന്റെ ഹബീബ് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല. വീണ്ടും പറയുന്നു വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. അള്ളാന്റെ ഹബീബിന്റെ കാലശേഷം ഇസ്ലാമിക ഖിലാഫത്ത് ഏറ്റെടുത്ത സ്വഹാബി വര്യന്മാരുടെ പ്രവർത്തനം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പറയാനല്ല മുത്തുനബി പഠിപ്പിച്ചത്. മറിച്ച് അള്ളാന്റെ ഹബീബ് പറഞ്ഞത് എന്താണ്? വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. ആ ഖുലഫായിനെ നിങ്ങൾ ഫോളോ ചെയ്യണോ? അവർ സച്ചരിതരാണ്, അവർ സന്മാർഗികളാണ്, അവരെ യാതൊരു വിഷയത്തിലും നിങ്ങൾ സംശയിക്കേണ്ടതില്ല. 2 ബാങ്ക് കൊണ്ടുവന്ന ഉസ്മാൻ